മറവി രോഗത്തിന് ഭാഷ ഒരു മരുന്നാണോ? ഇൻഫോടൈൻമെന്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അൾഷിമേഴ്സ്, ഡിമെൻഷ്യ തുടങ്ങിയ മറവി രോഗങ്ങളെ ചെറുക്കാൻ ഭാഷ പഠിക്കുന്നതിലൂടെ സാധിക്കുമെന്ന് പുതിയ ചില ഗവേഷണങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഒന്നിലേറെ ഭാഷകൾ പഠിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ചില ആളുകളെ കണ്ടിട്ടില്ലേ, അവർക്ക് ഒരുപാട് ഭാഷകളിൽ സംസാരിക്കാൻ സാധിക്കും. വിദ്യാഭ്യാസത്തിനും ജോലിക്കും ഒന്നിനും വേണ്ടിയല്ലാതെ ചില ആളുകൾ ഒരുപാട് ഭാഷകൾ വെറുതെ പഠിക്കുന്നത് കണ്ടിട്ടില്ലേ? ശരിക്കും ഇങ്ങനെ ഭാഷ പഠിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എല്ലാവർക്കും ഇതുപോലെ ഭാഷകൾ പഠിച്ചെടുക്കാൻ സാധിക്കുമോ? ഒന്നിലേറെ ഭാഷകൾ പഠിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാണ് പുതിയ ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. രണ്ട് ഭാഷകൾ ഒരുപോലെ കൈകാര്യം ചെയ്യാനാവുന്ന ആളുകളെ ബൈലിംഗ്വൽസ് അഥവാ ദ്വിഭാഷികൾ എന്നാണ് വിളിക്കുക. രണ്ടിലേറെ ഭാഷകൾ അറിയാവുന്ന ആളുകളാണെങ്കിൽ അവരെ മൾട്ടിലിംഗ്വൽസ് അഥവാ ബഹുഭാഷികൾ എന്ന് വിളിക്കും. മൾട്ടിലിംഗ്വൽസിന് മസ്തിഷ്കാരോഗ്യവും പ്രത്യേക കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനുള്ള കഴിവും വളരെ കൂടുതലായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇത്തരക്കാർക്ക് അൾഷിമേഴ്സ്, ഡിമെൻഷ്യ പോലെയുള്ള മറവി രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ഒന്നിലധികം പഠനങ്ങളാണ് സൂചിപ്പിക്കുന്നത്. UK-യിലെ എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിലും ഹൈദരാബാദിലെ നിസാംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെയും ഗവേഷകർ മറവി രോഗികളിൽ നടത്തിയ പഠനങ്ങളെയാണ് ഇത് തെളിയിക്കപ്പെട്ടത്. ഒന്നിലധികം ഭാഷകൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മസ്തിഷ്കത്തിലെ ടെമ്പറൽ ലോബുകൾ വികസിക്കുന്നതാണ് ഇതിന് കാരണമെന്നാണ് കണ്ടെത്തൽ. ഓർമ്മശക്തി കൂട്ടാനും യുക്തിബോധം വളരാനും ഒക്കെ ടെമ്പറൽ ലോബുകളുടെ ഈ വികാസം സഹായകമാവുമത്രേ. ബൈലിംഗ്വൽസിന്റെ എണ്ണം ഇപ്പോൾ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മിക്ക ആളുകൾക്കും മാതൃഭാഷ കൂടാതെ മറ്റൊരു ഭാഷ കൂടി അറിയാമല്ലോ. ഗവൺമെന്റ് ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ പബ്ലിക് എഡ്യൂക്കേഷന്റെ ഭാഗമായി പുതിയ ഭാഷകൾ പഠിച്ചെടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. മിക്ക രാജ്യങ്ങളിലും ഒന്നിലേറെ ഭാഷകൾ അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നുമുണ്ട്. 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള പ്രായമാണ് കൂടുതൽ ഭാഷ പഠിച്ചെടുക്കാൻ ഏറ്റവും നല്ല സമയമായി ഗവേഷകർ പറയുന്നത്. അതിനർത്ഥം മുതിർന്നവർക്ക് കൂടുതൽ ഭാഷകൾ പഠിച്ചെടുക്കാൻ സാധിക്കില്ല എന്നല്ല. ബെസ്റ്റ് ടൈം 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയാണെന്ന് മാത്രം. സാഹിത്യാഭിരുചി വർദ്ധിക്കുന്നത് മാത്രമാണ് പുതിയ ഭാഷകൾ പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്ന നമ്മുടെ ധാരണ തീർത്തും തെറ്റായ ഒന്നാണ്. ഓർമ്മശക്തി കൂട്ടുന്ന തലച്ചോറിന്റെ ഭാഗമാണ് ഭാഷ പഠിക്കുന്നതിലൂടെ ഉത്തേജിപ്പിക്കപ്പെടുന്നത്. റെലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പരിഗണിക്കാനും ഇറലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനും കാര്യങ്ങൾക്ക് പെട്ടെന്ന് തീരുമാനമെടുക്കാനും എല്ലാമുള്ള കഴിവ് ഭാഷ പഠിക്കുന്നതിലൂടെ മസ്തിഷ്കത്തിന് കൂടുതലായി ലഭിക്കുന്നുണ്ട്. പുതിയൊരു ഭാഷ പഠിക്കുന്നതിലൂടെ ആ ഭാഷ നിലനിൽക്കുന്ന സമൂഹത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചുമുള്ള അറിവും നമുക്ക് ലഭിക്കുന്നു. ഒരുപാട് ഭാഷകൾ പഠിക്കണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷെ അത് എങ്ങനെ വേണം എന്നറിയില്ല എന്നുണ്ടെങ്കിൽ ചില വെബ്സൈറ്റുകൾ സജസ്റ്റ് ചെയ്യാം. ഈ വെബ്സൈറ്റുകൾ വഴി പുതിയ ഭാഷകൾ എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഡുവോലിംഗോ, BBC ലാംഗ്വേജസ്, ഇന്നോവേറ്റീവ് ലാംഗ്വേജ് ലേണേഴ്സ് തുടങ്ങിയവ ഗൂഗിൾ സെർച്ച് ചെയ്ത് നിങ്ങൾക്കും ഈ വെബ്സൈറ്റുകളിൽ കയറി പുതിയ ഭാഷകൾ പഠിച്ചെടുക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ ഈ ലേണിംഗ് പ്ലാറ്റ്ഫോമുകളെ കുറിച്ച് മറ്റൊരു വീഡിയോയും ചെയ്യാവുന്നതാണ്. നന്ദി.